ഒരില പോലും ഇല്ലാത്ത മരത്തെയാണ് നമ്മൾ പട്ടുപോയ മരമെന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ ഇലയുണ്ട്, അതുകൊണ്ട് ഇത് പട്ടുപോയ മരമല്ല. എന്നാൽ ഈ ഇലയും തൊഴിഞ്ഞാൽ ഇതിനെ തീർച്ചയായിട്ടും മുറിക്കും. ഐഡിയ, നമുക്ക് ഈ മരത്തിനെ വടം കൊണ്ട് കെട്ടാം. എന്റെ ബണ്ണി, ഇതെന്തായാലും നല്ല കാര്യ. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാം. പെയിന്റിംഗ് ഇതാ റെഡിയായി കഴിഞ്ഞു. എന്തായാലും ഈ ദിവസം മുഴുവനും നീ പെയിന്റിംഗ് ചെയ്ത് തകർത്ത് കളഞ്ഞല്ലോ. അടിച്ചു പൊളിച്ചു തിമർത്തോ. എന്താണിത്? താങ്ക് യു. ഞാൻ നിന്നെ പ്രശംസിക്കുകയല്ല, ചോദിക്കുകയാണ്. എന്തുവാണിടേ ഇത്? ഇത് തേനീച്ചകളുടെ കൂടാണ്. തേനീച്ചകളുടെ കൂടോ? എന്നാൽ എന്റെ ഹണി, തേനീച്ചകളുടെ കൂട് ഒരിക്കലും പച്ച നിറത്തിലുണ്ടാവുകയില്ല. എനിക്കറിയാം. പക്ഷെ എന്റെ കയ്യിൽ ആ കളറ് ഒട്ടും തന്നെ ഇല്ലല്ലോ. എന്തായാലും കൊള്ളാം. ഇത് എന്തോ ഒരു പുതുമ തോന്നുന്നുണ്ട്. പുതുമയല്ലട തോന്നുന്നത്, മണ്ടത്തരമാണ് കാണുന്നത്. ഇത് കണ്ട തേനീച്ചകൾക്ക് പോലും മനസ്സിലാവില്ല ഇതെന്താണെന്ന്. സംശയമുണ്ടോ? അല്ല, ഇത് എന്ത് സൗണ്ടാണ്? വേഗം വാ, നമുക്ക് പോയി നോക്കാം. ആരാ നിങ്ങള്? അല്ല, ഇവിടെ എന്തെടുക്കാണ്? 4 കുട്ടികൾ, 2 ചോദ്യങ്ങൾ, അതും ഈ എന്നോട് തന്നെ. എന്റെ പേര് ഗോപാലൻ എന്നാണ്. എനിക്ക് ഈ മരം മുറിക്കാനുള്ള ഓർഡർ കിട്ടി. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ പൊന്നു സോമ, സമയം കളയാതെ ഈ മരം മുറിച്ചോളൂ. പക്ഷെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ മരം മുറിക്കുന്നത്? ഈ മരം ഉണങ്ങിപ്പോയതാണ്. എന്താ നിങ്ങൾക്ക് കണ്ണു കാണില്ലേ? ഇപ്പോൾ ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഇത് മുറിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനപ്പെടും. എന്നാൽ മരം മുറിക്കുന്നത് വലിയ തെറ്റാണ്. തെറ്റ് തന്നെയാണ്, സമ്മതിച്ചു. എന്നാൽ കുട്ടികളെ, ഉണങ്ങിയ മരം മുറിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഓഫീസറെ, എന്നാൽ മരം മൊത്തത്തിൽ പട്ടുപോയിട്ടില്ല. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേ, അവിടെ ഒരു തിളിർപ്പുണ്ട്. ഈ തളിർപ്പ് ഞാൻ എന്തുകൊണ്ടാണ് കാണാതെ പോയത്? ഒരു തിളിർപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് മരം മുറിക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല. നാളെ ആകുമ്പോ ഇതും കൂടെ താഴെ വീണോളും. ഞാൻ നാളെ വന്ന് ആദ്യം തന്നെ ഇതിനെ അങ്ങ് മുറിച്ചേക്കാം. മുറിച്ചില്ലെങ്കിൽ എന്റെ പേര് ഗോപാലൻ എന്നല്ല. എടാ സോമ, വേഗം പാടാ, നമുക്ക് പോകാം. ഇനിയിപ്പോ എന്താ ചെയ്യുക ബണ്ണി? രാവിലെ ആവുമ്പോഴേക്കും ഈ ഇലയും കൊഴിഞ്ഞു പോകും. ഐഡിയ, ഗം വെച്ചൊട്ടിച്ച് ഈ ഇലയെ എന്നേക്കുമായി നമുക്ക് അവിടെ തന്നെ നിർത്താം. അടിച്ചു പൊളിച്ചു തിമർത്തു. പിന്നെ അതൊരിക്കലും താഴേക്ക് വീഴുകയില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി ഗമ്മ കൊണ്ടുവരാം. ഗം എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തത്? പോപ്പട്ടെ, ഒന്നുകൂടി അമർത്തി പിടിക്ക്. പ്രഷർ കൊടുക്ക് പോപ്പട്ട്, നല്ല പ്രഷർ കൊടുക്ക്. എടാ, കുറച്ചുകൂടെ നന്നായിട്ട് അമർത്തി പിടിക്ക്. നീ തോത്താറാമിന്റെ കൂട്ടുകാരനല്ലേ? നിനക്ക് നാണമില്ലേ? എടാ, എന്താണ് ഈ സംഭവിച്ചത്? എടാ, ഞാൻ മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എടാ, പ്രഷർ കൊടുക്കുന്ന സമയത്ത് അല്പ ബുദ്ധിയുടെ ഉപയോഗിച്ചൂടെ നിനക്ക്? എടാ, ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചതാ. വീണ്ടും എന്തിനാടാ കുളിപ്പിക്കുന്നേ? മരം ഉണങ്ങിയിരിക്കുകയല്ലേ, അതിന് വെള്ളം ഒഴിച്ച് ഞാൻ തളിർപ്പിക്കാൻ നോക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ മരം മുറിക്കാനാവില്ല. അടിച്ചു പൊളിച്ചു തിമർത്തു. ഈ ഐഡിയ നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് അതിബുദ്ധിമാന്മാർക്ക് വരുന്ന ബുദ്ധിയാണ് പോപ്പട്ട്. വലിയ പട്ടുപോയ മരത്തിന് വെള്ളമൊഴിച്ച് അതിനെ രക്ഷപ്പെടുത്താനാവില്ല. അതിൽ നമ്മൾ പച്ചപ്പുണ്ടാക്കിയെടുക്കണം. എന്റെ അടുത്ത് പച്ച നിറമുണ്ട്. അത് വെച്ച് നമുക്ക് മരം മുഴുവൻ പച്ച നിറമാക്കാം. വാഴ നട്ടാൽ അതിന്റെ മൂട്ടിൽ നിന്നും കിട്ടും കന്ന്. ഇന്നാണ് എനിക്ക് മനസ്സിലായത് ഉണക്കമരം എങ്ങനെ പച്ചമരമാക്കാമെന്ന്. അടികൈ.
ഹണി, ഒരില പോലും ഇല്ലാത്ത മരത്തെയാണ് നമ്മൾ പട്ടുപോയ മരമെന്ന് പറയുന്നത്. എന്നാൽ ഇതിൽ ഇലയുണ്ട്, അതുകൊണ്ട് ഇത് പട്ടുപോയ മരമല്ല. എന്നാൽ ഈ ഇലയും തൊഴിഞ്ഞാൽ ഇതിനെ തീർച്ചയായിട്ടും മുറിക്കും. ആ ഐഡിയ, നമുക്ക് ഈ മരത്തിനെ വടം കൊണ്ട് കെട്ടാം. എന്റെ ബണ്ണി, ഇതെന്തായാലും നല്ല കാര്യാ. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാം. ഹണി, ഹണി, ഞങ്ങളെ സഹായിക്ക്. നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാനുള്ളപ്പോൾ നിനക്ക് ഒന്നും സംഭവിക്കില്ല. നീ നിന്റെ തടിയെ സൂക്ഷിച്ചോണം കേട്ടോ. എടാ എന്റെ പൊന്ന് ഹണി, ഞങ്ങളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്ക്. നിങ്ങൾ എന്താ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്? അത് നല്ല രസമായിരിക്കും, അതുകൊണ്ടാണ്. ഹണി, ഞങ്ങളെ താഴെ ഇറക്ക്. ഇപ്പൊ നല്ല രസമുണ്ടല്ലോ, പിന്നെ എന്തിനാ താഴെ ഇറക്കുന്നത്? ഞങ്ങൾക്ക് ഒരുപാട് രസം വേണ്ട, ഒന്ന് സഹായിക്ക്. മരം ചേട്ടാ, എന്റെ കൂട്ടുകാരൊന്ന് വെറുതെ വിട്ടേക്ക്. നീ സംസാരിക്കുന്നത് മരത്തിന് മനസ്സിലാവില്ല. എന്റെ ഹണി, നീ എന്താ ഈ ചെയ്യുന്നത്? മരത്തിന് സംസാരിക്കുന്നത് മനസ്സിലാവില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇൻസ്ട്രുമെന്റിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അടിച്ചു പൊടിച്ചു തിമിർത്തോ. ഇവിടെ നമ്മുടെ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവന്റെ ഒടുക്കലത്തെ മ്യൂസിക്. കടിച്ച് കടിച്ച് കറുമുറ കഴിക്കാൻ നല്ല മുറുക്ക്, ഹണി വെക്കാൻ പോകുന്നു നല്ല അടിപൊളി മ്യൂസിക്. അടികൈ. ആദ്യം ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തു വന്നോട്ടെ, എന്നിട്ട് ആവശ്യം പോലെ കൈ അടിക്കാം. എന്റെ അമ്മച്ചി, അത് ദാ താഴെ പോയി. വേഗം പിടിക്ക്. എന്റെ അമ്മച്ചി, അത് ദാ താഴെ പോയി. വേഗം പിടിക്ക്. അതിനെ വീണ്ടും മരത്തിൽ ഒട്ടിക്കണം. ഇപ്പൊ ഇവൻ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണല്ലോ. അതാ പോകുന്നു ആ ഇല, വേഗം വാ. അടിച്ചു പൊടിച്ചു തിമിർത്തോ. നമ്മൾ 4, അതൊന്ന്. എന്നിട്ട് നമ്മളെ കൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. എന്റെ പൊന്നു മരമേ, നിന്നെ രക്ഷിക്കാനായി ഞങ്ങൾ ഒരുപാട് പ്രയത്നിച്ചു. ഞങ്ങളോട് ക്ഷമിച്ചേക്ക്, പക്ഷേ എന്നും നിന്നെ ഞങ്ങൾ ഓർമ്മിക്കും. ഞാൻ നിന്നെ എന്നേക്കും ഓർമ്മിക്കും. സംശയമുണ്ടോ? നിനക്ക് വിശക്കുന്നുണ്ടാവും, നീ ഇത് നന്നായിട്ട് കഴിക്കേ. ഇവരെന്താ ഇത്ര പെട്ടെന്ന് വന്നത്? പെട്ടെന്ന് വന്നതല്ല, നേരം വെളുത്തു കഴിഞ്ഞു. നാളെ ഇവിടേക്ക് വരുമെന്ന് ഓഫീസർ പറഞ്ഞതല്ലേ? പക്ഷെ അത് നാളെയല്ലേ വരുമെന്ന് പറഞ്ഞത്? എടാ, നാളെ എന്ന് പറഞ്ഞതേ ഇന്നാ. ഇന്ന് നാളെ എന്ന് പറഞ്ഞാൽ അത് നാളെയാണ്. ഇപ്പൊ എന്താ ചെയ്യുക പണി? എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. സംശയമുണ്ടോ? അയാൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ആ ഇല വിടുന്നില്ല എങ്കിൽ അത് മുറിക്കില്ല എന്നാണല്ലോ. ഐഡിയ. ഹണി വരച്ച തേനീച്ചക്കൂടിന്റെ പടം ഉണ്ടല്ലോ, അത് നമുക്കതിൽ വെക്കാം. അതെ, അവർക്ക് തോന്നിക്കോളും ആ മരത്തിൽ തേനീച്ചക്കൂടുണ്ടെന്ന്. അത് കണ്ടിട്ട് അവർ ഓടുകയും ചെയ്യും. എന്റെ പൊന്ന് ഹണി, നിന്റെ കൂട് ഇല പോലെയേ തോന്നുകയുള്ളൂ. അവരെത്തുന്നതിന് മുമ്പേ അത് നമ്മൾ മരത്തിൽ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ അവർക്ക് തോന്നും മരത്തിൽ ഇനിയും ഇലയുണ്ടെന്ന്. അങ്ങനെ നമുക്ക് മരത്തിനെ രക്ഷിക്കാനാകും. അടിച്ചു പൊടിച്ചു തിമിർത്തോ.
അടിപൊളി ഐഡിയ തന്നെയാ. എത്രയും പെട്ടെന്ന് ചെയ്യണം. സംശയമുണ്ടോ? ആ, ഹേ. ആ, ഉം. ഉം. ഇതാ കഴിഞ്ഞു. കൊള്ളാലോ, ഇന്നലെ രക്ഷപ്പെട്ടു, പക്ഷെ ഇന്നെങ്ങനെ രക്ഷപ്പെടും? എന്റെ പേര് ഗോപാലൻ എന്നാണ്. അറിയാമോ നിനക്ക്? ഇതെവിടുത്തെ ഇലയാണ്? ഇത് മരത്തിൻ്റെതാണോ വേറെന്തെങ്കിലും ആണോ? എന്റെ അമ്മച്ചി, ഇതെന്താ സംഭവിച്ചത്? ഓഹോ, നിങ്ങൾ എന്നെ മണ്ടനാക്കിയതാണല്ലേ. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല, എന്നെ അത്ര പെട്ടെന്നൊന്നും ആർക്കും മണ്ടനാക്കാൻ കഴിയില്ല. എന്താടാ നോക്കുന്നേ? പെട്ടെന്ന് മുറിക്കുക. സാറേ, ഈ മരം ഇനിയും പട്ടുപോയിട്ടൊന്നുമില്ല. അതിലെ 2-3 ഇലകൾ നിൽപ്പുണ്ട്. അടിപൊളി, ഇതെന്തായാലും കലക്കി. ഇതെങ്ങനെ സംഭവിച്ചു? ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഇതിലെ വന്നത്? എങ്ങനെ? ഇതെല്ലാം ഈ കുട്ടികളുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അധ്വാനത്തിന്റെ ഫലമോ? ഇവർ ഈ മരത്തിന് നല്ല ആഹാരം കൊടുത്തു, വെള്ളം കൊടുത്തു, മ്യൂസിക് കേൾപ്പിച്ചു, ഒപ്പം സ്നേഹവും. അതുകൊണ്ടാണ് ഈ മരത്തിന് വീണ്ടും ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായത്. അടികൈ. ഇത് കവിതയായിരുന്നോ? വീടിന്റെ മുറ്റത്ത് മണം പരത്തുന്ന പൂവാണ് മുല്ല. ഇവിടെ ആർക്കും എന്റെ കവിത മനസ്സിലാകണമെന്നുമില്ല. അടികൈ. ആഹാ, അടിക്കാമല്ലോ. പക്ഷെ തന്റെ വൃത്തികെട്ട കവിതയ്ക്ക് വേണ്ടിയല്ല, ഈ കുട്ടികളുടെ അധ്വാനത്തിന് വേണ്ടി. അപ്പോ നിങ്ങൾ ഇനി ഈ മരം മുറിക്കില്ലല്ലോ അല്ലേ? ഇല്ലില്ല, തീർച്ചയായിട്ടും മുറിക്കില്ല. ഇനി ഒരിക്കലും മുറിക്കാനും പോകുന്നില്ല. എന്നാ പോകാം സോമ. മറ്റു മരങ്ങളുടെ റിപ്പോർട്ട് നൽകണം. നമ്മൾ മരത്തെ രക്ഷിച്ചു.